ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പോഴുള്ള ഏറ്റവും വലിയ പേഴ്സണൽ മാറ്റം എന്താണ്? ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റം എന്താണ്? ഞാൻ ചിരിക്കാൻ തുടങ്ങി, നന്നായിട്ട് ഹാപ്പി ആയി. ഇല്ല ബീഫ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ റെഡ് മീറ്റ് കഴിക്കാറില്ല. പിന്നെ എനിക്ക് ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് എതിർപ്പില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് പറയാൻ എനിക്ക് മടിയില്ല. കഴിച്ചിട്ട് ഉള്ളിക്കറി എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല, ഓപ്പണായി പറയാം. സുരേന്ദ്രൻ കഴിച്ചത് ബീഫാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചെയ്ത കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്താണ്? ഞാൻ ചെയ്ത കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് യാതൊരു പ്രയാസം വരത്തില്ല. ഒരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കയറി ഇടപെടില്ല. ഞാൻ കഴിക്കേണ്ട ഭക്ഷണം, ഞാൻ ഡയറ്റ് പാലിക്കുന്ന ഒരാളാണ്. ഞാൻ ഷുഗർ കഴിക്കാറില്ല, കണ്ടല്ലോ. ഞാൻ വിത്തൗട്ട് ഷുഗറാണ് കോഫി കുടിക്കുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് തടി കൂടുന്ന ഒരു നേച്ചറാണുള്ളത്. നല്ല തടി ഉണ്ടായിരുന്ന ആളാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും കുറച്ച് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പ്രോട്ടീനും അതൊക്കെ നോക്കിയിട്ട് കഴിക്കുന്ന ഒരാളാണ്. സന്ദീപിൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്താണ്? അതായത് പഴയ പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാറ്റം പഴയത് നോക്കി അത് ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പോസ്റ്റ് പോലെ അല്ല, അതെൻ്റെ ഭൂതകാലമാണ്. ആ ഭൂതകാലത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയതിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും, ആ ഭൂതകാലം അവിടെ നിൽക്കട്ടെ. അത് എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പരിപ്പോടയും കട്ടൻ ചായ എഴുതുന്ന സമയത്ത് അതൊക്കെ വേണമല്ലോ, നമുക്കൊരു റെഫറൽ അതിന് വേണ്ടിയിട്ട് അവിടെ വേണമല്ലോ. നമ്മൾ എവിടെയൊക്കെ പോയി, അതൊരു ഡിജിറ്റൽ ഡയറി ആണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാലം ഫേസ്ബുക്ക് ഉണ്ടാവുന്നല്ലേ, ഓർക്കൂട്ട് അടയ്ക്കുന്നത് പോലെ അടച്ച പോലെ ഒറ്റ ദിവസം അടച്ചു കഴിഞ്ഞാൽ ഓർക്കൂട്ടിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടതിൽ വിഷമമുള്ള ആളാണ് ഞാൻ. എത്രയോ കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഓർക്കൂട്ട് പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇല്ല, ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് എഴുതിയ പല നല്ല പോസ്റ്റ്, ഇപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ പല ആളുകളും കുത്തിപ്പോക്കി അത് ഷെയർ ചെയ്ത് വരുന്നത്. ഇപ്പം പ്രവാസ ജീവിതകാലത്ത് പിന്നെ ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളൊക്കെ പല ആളുകളും അതൊക്കെ വീണ്ടും ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലോ. സബർമതി ആശ്രമത്തിൽ പോയത്, ഞാൻ 2020 സബർമതി ആശ്രമത്തിൽ ഞാൻ എപ്പോൾ അഹമ്മദാബാദിൽ പോകുമ്പോഴും അവിടെ പോയി ഒരു മെഡിറ്റേഷൻ പോലെ ഇരിക്കുന്ന ആളാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു 2020 ഞാൻ കോൺഗ്രസ് ചെയ്യാൻ എനിക്കൊരു പ്ലാനും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ BJP-കാരനായിരിക്കുന്ന സമയത്തും സബർമതി ആശ്രമത്തിൽ പോകുന്ന ഒരാളാണ്. സുരേന്ദ്രൻ സബർമതി ആശ്രമം കണ്ടിട്ടുണ്ടോ ചോദിച്ചു നോക്കും. ഞാൻ അന്ന് പോകുന്ന ആളാണ്. എനിക്ക് പോകാനൊരു മടിയില്ല. രാജീവ് ഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നല്ല വൈറലായിട്ട് പണ്ട് എഴുതിയതാണ്. ശ്രീപെരുമ്പത്തൂരിൽ അവിടെ പോയിരുന്ന സമയത്ത് എനിക്ക് സങ്കടം വന്നതിനെക്കുറിച്ച്, ദുഃഖം വന്നതിനെക്കുറിച്ച് BJP-കാരനായിരിക്കുമ്പോൾ ഞാൻ എഴുതി വന്നിട്ടുണ്ട്. അന്നത്തെ ദിവസത്തെക്കുറിച്ച്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസത്തിൽ എൻ്റെ വീട്ടിലുണ്ടായ കാര്യങ്ങളും, ഞാൻ ഓടിപ്പോയി എൻ്റെ അമ്മയുടെ തറവാട്ടിൽ പോയി പറഞ്ഞതും, അവിടെ അമ്മമ്മ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് മരണവീട് പോലെ അത് മാറിയതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രമാത്രം വലിയ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതുണ്ടാക്കിയ ഷോക്കും, ഞങ്ങളുടെ തറവാട്ടിലുണ്ടാക്കിയ ഷോക്കിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നീട് ശ്രീപെരുമ്പത്തൂർ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടം വന്നതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അവർക്ക് എഴുതാൻ അറിയാത്തതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ നന്നായി എന്ത് എഴുതി കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു.